കേരളത്തിലെ ആദിവാസി ജനങ്ങളിൽ ചിലർ പട്ടിണിയെ തുടർന്ന് മരിക്കേണ്ടി വന്നതിനെ തുടർന്ന് 2001 അന്നത്തെ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ AK ആന്റണിയുടെ ഔദ്യോഗിക വസതിക്കു മുൻപിൽ 48 ദിവസം നീണ്ടുനിന്ന പ്രക്ഷോഭം നടന്നു. പ്രക്ഷോഭത്തിനൊടുവിൽ ആദിവാസികൾക്ക് ഭൂമിയും പുനരധിവാസ പാക്കേജും പ്രഖ്യാപിക്കാൻ ആന്റണി സർക്കാർ നിർബന്ധിതരായി. എന്നാൽ സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റാത്ത സാഹചര്യത്തിൽ ആദിവാസി ഗോത്രസഭയുടെ നേതൃത്വത്തിൽ 2003 ഒക്ടോബറിൽ വനത്തിലേക്ക് പ്രവേശിച്ചു കുടിൽ കെട്ടി സമരം ആരംഭിച്ചു. സമരത്തെ സർക്കാർ മനുഷ്യത്വരഹിതമായാണ് നേരിട്ടത്. ആദിവാസികൾ അന്തിയുറങ്ങുന്ന കുടിലുകൾക്ക് തീയിട്ടു, നാട്ടാനകൾക്ക് മദ്യം നൽകി സമരക്കാർക്ക് നേരെ ഇറക്കിവിട്ടു. 2003 ഒക്ടോബർ 19 രാവിലെ 9 മണിയോടെ പോലീസ് നടപടി ആരംഭിച്ചു. വനഭൂമിയിൽ സമരക്കാർ സ്ഥാപിച്ച ചെക്ക് പോസ്റ്റ് ഫോറസ്റ്റ് ഓഫീസർമാരും പോലീസും ചേർന്ന് പൊളിച്ചു നീക്കി. തുടർന്ന് പോലീസും നിരായുധരായ സമരക്കാരും നേർക്കുനേർ ഏറ്റുമുട്ടി. കേരള പോലീസ് 18 റൗണ്ട് നിറയൊഴിച്ചു. ഏറ്റുമുട്ടലിൽ ഒരു പോലീസുകാരൻ ഉൾപ്പെടെ 2 പേർ തൽക്ഷണം മരിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. മരണസംഖ്യ 5 സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു.